നമസ്കാരം. തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ. ആ പ്രഖ്യാപനത്തോടെയാണ് സംസ്ഥാനത്ത് ധനമന്ത്രി ഇത്തവണത്തെ ബജറ്റ് പ്രസംഗം തുടങ്ങിയത്. അതായത് പരാതികളും പരിഭവങ്ങളുമായി ഇരിക്കുകയല്ല, ക്ഷേമ പദ്ധതികളുമായി സംസ്ഥാനം മുന്നോട്ടു പോകും എന്ന് ആവർത്തിച്ച് ധനമന്ത്രി പറയുമ്പോൾ അതിനകത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സംസ്ഥാനത്തിന്റെ വിമർശനം മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം കൂടിയുണ്ട്. ബൃഹത്തായ പല പദ്ധതികളും വിഭാവനം ചെയ്യുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ അതിനിടയിൽ കൃത്യമായ രീതിയിൽ സ്ത്രീക്ഷേമത്തെക്കുറിച്ച്, സ്ത്രീ സൗഹാർദ്ദത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ബജറ്റ് അവലോകനത്തിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യുന്നു സ്ത്രീ പാനലിസ്റ്റുകളോടൊപ്പം. സ്വാഗതം വിമൻ ഇൻ ബജറ്റിലേക്ക്. CPM നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, BJP നേതാവ് RB രാഗേന്ദു എന്നിവർ ചേരുന്നു. ഒപ്പം തലസ്ഥാന നഗരിയിലെ കോളേജുകളിലെ വിദ്യാർത്ഥിനികളും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ശ്രീമതി CS സുജാത, രാഷ്ട്രീയം പറയാതെ ബജറ്റിനെ കുറിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇത്തവണയുണ്ട്. അത്രയേറെ രാഷ്ട്രീയം പ്രത്യക്ഷമായും പരോക്ഷമായും ധനമന്ത്രി അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. കേന്ദ്രം അവഗണന തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കാൻ മാത്രം സ്വയം പര്യാപ്തമാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെയല്ല, ഈ ബഡ്ജറ്റ് വിശ്വാസ്യതയേ ഇല്ലാത്ത ഒരു ബഡ്ജറ്റ് മാത്രമാണ്, മനക്കോട്ട കെട്ടുന്ന ബഡ്ജറ്റ് മാത്രമാണ് എന്ന് പ്രതിപക്ഷം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ ബി, ഇനി പ്ലാൻ എ നടന്നില്ലെങ്കിൽ കേരളം അത്രയും പര്യാപ്തമായോ? എന്ത് അവസ്ഥയിലാണ് കേരളം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ കൃത്യമായി തന്നെയാണ് ധനകാര്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബജറ്റാണ് ഇന്ന് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഇവിടെ അപർണ ഓർമ്മപ്പെടുത്തിയതുപോലെ കേരളത്തെ തകർക്കാൻ കഴിയില്ല. കാരണം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും എംപിമാരും കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ, അതായത് രാജ്യ തലസ്ഥാനത്ത് സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. കാരണം കേരളം കേന്ദ്രത്തിൻ്റെ ഒരു കീഴ്ഘടകമല്ല. ഭരണഘടനാപരമായി കേരളത്തിന് അർഹതപ്പെട്ട കാര്യം തരാൻ കേന്ദ്രം തയ്യാറാവണം. കേരളം ഓരോ മേഖലയും നമ്മൾ എടുത്തു നോക്കിയാൽ കേന്ദ്ര ബജറ്റിനകത്ത് കേരളത്തെ ഏതെങ്കിലും നിലയിൽ പരിഗണിച്ചിട്ടുണ്ടോ? കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എയിംസിൻ്റെ കാര്യം, അതുപോലെ തന്നെ മറ്റൊട്ടേറെ നിർദ്ദേശങ്ങൾ കേരളത്തിന് വേണമെന്ന് നമ്മൾ കേന്ദ്രത്തിൻ്റെ മുമ്പോടെ എത്ര കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിലെല്ലാം കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിഹിതം അതിൽ വലിയ കുറവ് വന്നു. അതുപോലെ തന്നെ GST നഷ്ടപരിഹാരത്തിൻ്റെ വിഷയം, അതുപോലെ തന്നെ സ്പെഷ്യൽ പാക്കേജ്, കടമെടുക്കാനുള്ള അവകാശം, അതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അതെല്ലാം കൂടി വരുമ്പോൾ ഒരു 54,000 കോടി രൂപയുടെ കുറവ് കേരളത്തിനുണ്ട്. ആ രൂപത്തിൽ കേരളത്തിന് തരേണ്ടത് ഔദാര്യമല്ല. ഇവിടുന്ന് 1 രൂപ പിരിക്കുമ്പോൾ 25 പൈസയെ നമുക്ക് തരുന്നുള്ളൂ. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1 രൂപ 63 പൈസ UPക്ക് കൊടുക്കുമ്പോഴാണ് കേരളത്തോട് ഈ വിവേചനം കാണിക്കുന്നത്. അതിന് കേരളത്തോട് എന്തിനാണ് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രം ഈ രൂപത്തിൽ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് തോക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വളരെ അഭിമാനത്തോടെ രാജ്യത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഈ എല്ലാ ദ്രോഹവും കേന്ദ്രം ചെയ്യുമ്പോഴും 42 മേഖലകളിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും, ഏത് സൂചിക എടുത്തു നോക്കിയാലും കേരളം 1ാം സ്ഥാനത്താണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല അടക്കം ഏത് മേഖല എടുത്തു നോക്കിയാലും, ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന സംസ്ഥാനവും ഈ കേരളമാണ്. അങ്ങനെ പരിഗണനയ്ക്ക് അർഹനാണ് നമ്മൾ. ആ ഘട്ടത്തിൽ നമ്മളെ അങ്ങേയറ്റം ദ്രോഹിക്കുമ്പോൾ നമുക്ക് തോറ്റുകൊടുക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി തന്നെയാണ് ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല നിലയിൽ ശ്രദ്ധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. ഈ ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടും ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കാൻ, ജെൻഡർ ബജറ്റ് ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്രം 1% പോലും കേന്ദ്ര ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കാത്ത ഘട്ടത്തിലാണ് കേരളം 21.51% തുക ഇത്തവണത്തെ ബഡ്ജറ്റിൽ, എൻ്റെ കയ്യിൽ എൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, 4,661 കോടി രൂപ ബജറ്റിൽ നീക്കി വെച്ചുകൊണ്ട് അതിലെല്ലാ മേഖലയും ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്.
കാരണം ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയ്ക്ക് വലിയ പരിഗണന കൊടുക്കുന്നു, കുടുംബശ്രീക്ക് വലിയ പരിഗണന കൊടുക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. കാര്യമാണ് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ അതിനുള്ള ആത്മവിശ്വാസം ഈ പരിതസ്ഥിതിയിൽ സംസ്ഥാനത്തിനുണ്ട് എന്നുകൂടിയാണോ ശ്രീമതി സി എസ്? തീർച്ചയായിട്ടും കേരളം ഇന്നുള്ള പരിമിതികളെ എല്ലാം മുറിച്ചു കടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ ബഡ്ജറ്റിലുണ്ട്. ആ ഒരു ലെവലിലേക്ക് കേരളം മാറിത്തീരുക തന്നെ ചെയ്യും. ഓക്കെ, ഞാൻ തിരികെ എത്താം. വിമർശനം മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ, ഓരോ വാക്കിലും ആദ്യത്തെ പാരഗ്രാഫ് മുതൽ അവസാന പാരഗ്രാഫ് വരെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം പ്രതിപക്ഷത്തിനെതിരെയായിരുന്നു എന്നാണ് പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരണം കാണുന്നത് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, നാടിൻ്റെ ധനസ്ഥിതി എന്താണ്, നാളെ എന്തൊക്കെ നാടിന് വേണ്ടി ചെയ്യാൻ പോകുന്നു, അത്തരം കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റിൻ്റെ പവിത്രത പോലും നശിപ്പിച്ച രീതിയിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയില്ലേ, എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട്, അതല്ലല്ലോ ധനവകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി നാടിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളും പരിപാടികളും അതിന് ആവശ്യമായ ധനവിനിയോഗം ഏതൊക്കെ തരത്തിൽ നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുന്നിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ ഞാനൊരു വീട്ടമ്മയാണ്. എന്നെ ഏറെ നിരാശപ്പെടുത്തിയത് വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലായിടത്തും ഒരു അവഗണനയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 2023-24 ബഡ്ജറ്റിൽ 14 കോടി രൂപ വകയിരുത്തിയിരുന്നത് ഇന്നത്തെ ബഡ്ജറ്റ് ശ്രദ്ധിച്ചപ്പോൾ അത് 10 കോടിയായി കുറഞ്ഞിരിക്കുന്നു. പക്ഷേ വേറെ 2 പദ്ധതികൾ കൂടെ ആയിക്കോട്ടെ, അങ്ങനെ പല പദ്ധതികളിലേക്കും അങ്ങനെ കുറവ് വരുന്നു. അവിടെ പ്രത്യേക സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. 2016 1656 റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലത്ത് നമ്മുടെ 2021 നവംബർ വരെ ആയപ്പോൾ തന്നെ 2380 റേപ്പ് കേസുകളുണ്ട്. പോക്സോ കേസുകൾ 2016 2113 ആയിരുന്നുവെങ്കിൽ 2023 നവംബർ ആയപ്പോൾ 4274. വാളയാറും അതുപോലെ വണ്ടിപ്പെരിയാറും അടക്കമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളിൽ പോലും പോലീസും പ്രോസിക്യൂഷനും നിഷ്ക്രിയമായി നിന്നതടക്കമുള്ള വിമർശനങ്ങൾ, അസത്യസന്ധമായ വിമർശനങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതായിരുന്നു. സൈക്കോ സോഷ്യൽ സ്കീമിലെ അതിൽ 1012 സ്കൂളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യില്ല. കുടുംബശ്രീക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. കുടുംബശ്രീക്ക് ഉള്ളത് കൊടുത്തല്ല വേറൊന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സഹായിക്കുന്ന മേഖലയെന്ന് പറയുന്നത് UPA കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 230 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞത്. ഇപ്പോൾ 230 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ പോലും അവരുടെ അലോക്കേഷൻ കേന്ദ്ര വിഹിതം 4066 2023-24 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4439 എന്ന് വെച്ചാൽ കേന്ദ്ര ബഡ്ജറ്റ് എല്ലാം നല്ലതെന്നല്ല, കേന്ദ്ര ബഡ്ജറ്റ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും അതുപോലെ ജനവിരുദ്ധവുമാണ്. എങ്കിലും ഇവർ ചെയ്യുന്നതിൽ വളരെ കേരളത്തിലെ സ്ത്രീകളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും കൊടുക്കുന്നു. എവിടെയാണ് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് സാധാരണക്കാർ ഇന്ന് വിഷമിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ, അതായത് മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്നാണല്ലോ അവകാശപ്പെട്ടിരിക്കുന്നത്. ഹബ്ബാക്കി പ്രഖ്യാപനങ്ങൾക്ക് എന്താ കുറവ്? കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ടോട്ടൽ ഇന്ന് 1.5 മാസം മാത്രമേ ഈ സാമ്പത്തിക വർഷം തീരാൻ ബാക്കിയുള്ളൂ. 55% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. 1.5 മാസം മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും എടുത്ത് നോക്കൂ. ഞാൻ പറയാം, വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ടല്ലോ, പ്രത്യേകമായൊരു വകുപ്പാണ്. 992 കോടി എന്തോണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നത്. അതിൽ 23%. നമുക്ക് അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് കേന്ദ്രം അവഗണന പാതയിലാണ്, അതിനെതിരെ പരിമിതികളോടുകൂടി സംസ്ഥാനം നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പൊരുതി നിൽക്കുമെന്നാണ് പറഞ്ഞത് CS സുജാത. വാചക കസർത്തുകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ ആദ്യം സ്വന്തം കഴിവുകൾ മാറ്റിവെക്കണം. നമുക്കറിയാം, GST അടക്കമുള്ള കാര്യങ്ങൾ വരുമാനത്തിന് സാങ്കേതികമായി ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നത് കേരള സർക്കാർ കൂടി പരാജയപ്പെട്ടു. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമാണ് അതിലുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുക. ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും കേരളത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. രാഗേന്ദു, കൃത്യമായിട്ട് പ്രതിക്കൂട്ടിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു 2.5 മണിക്കൂർ ബജറ്റ് പ്രസംഗമാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നത്. നികുതി പിരിക്കുന്നത് 100 രൂപയാണെങ്കിൽ 21 രൂപ മാത്രം കേരളത്തിന് കൊടുക്കുക, മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയോ അതിനധികമോ കൊടുക്കുന്നവർ, അതൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങി. ആ രീതിയിൽ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു ബജറ്റിൽ കേരളത്തിന് ഇതിനപ്പുറത്തേക്ക്, ഈ പരിമിതിക്കപ്പുറത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
നമുക്കറിയാം 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത് LDF വന്നാൽ എല്ലാം ശരിയാക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പറയുന്നത് LDF വന്നാൽ എല്ലാം ശരിയാവും, പക്ഷേ കേന്ദ്രം കൂടെ കനിയണം എന്നുള്ള രീതിയിലാണ്. അതായത് കേന്ദ്രം കേന്ദ്രം അനുവദിക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളായി പറയുന്നത് എന്താണ്, കേന്ദ്രം ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി നീട്ടി തരുന്നില്ല, ഇല്ലെങ്കിൽ കടം എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതായത് കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു, സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ഇന്നലെ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള കേന്ദ്രം അതിന്റെ മറുപടി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ 33-ാമത്തെ പേജിൽ എണ്ണി പറയുന്നുണ്ട് കേന്ദ്രം എത്രമാത്രം തുകകൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഏകദേശം 54,000 കോടി രൂപ കേരളത്തിന് നൽകി കഴിഞ്ഞു. അതായത് അവർക്ക് ചോദിക്കുന്നതിനും കൂടുതൽ നൽകി കഴിഞ്ഞു എന്നുള്ളതിന്റെ റിപ്പോർട്ട് കോടതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിലൊരു കള്ളത്തരം പറയാൻ സാധിക്കില്ല. കൃത്യമായി കേന്ദ്രത്തിന്റെ ആ കണക്കാണ്. അതുപോലെ വ്യക്തമായി പറയുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ പറയുന്നതിനും കൂടുതൽ തുക കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അപർണ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ പറഞ്ഞു കടമെടുപ്പ് പരിധി പോലെ പിന്നെയും കിടക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ 54,000 കോടി രൂപ ഈ കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അതിന് 3%, എല്ലാ സംസ്ഥാനങ്ങളിലും ചില സംസ്ഥാനങ്ങൾക്ക് അതിൽ കൂടുതൽ പരിധിയുണ്ട് കടമെടുക്കാൻ. പക്ഷെ കേരളത്തിന്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കൂ. കേരളം ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇന്നത്തെ ബഡ്ജറ്റിൽ തന്നെ വിഭവ സമാഹരണം 1,600 കോടി രൂപയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ചെലവിന് എത്രയാണ്? ഏകദേശം 40,000 കോടി രൂപ ചെലവിന് വേണ്ടി വരും. വിഭവ സമാഹരണം 1,600 കോടി രൂപ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അപർണ സൂചിപ്പിച്ചത്, കേരളത്തിന് അങ്ങനെ സ്വയം പര്യാപ്തമാകാനുള്ള എന്ത് ശേഷിയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് നമുക്ക് എന്താണ് ഈ കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഒരു 8 വർഷം, ഈ ബഡ്ജറ്റിൽ തന്നെ പറയുന്നു 8 വർഷം തുടങ്ങി 2016 മുതൽ ഈ 8 വർഷമാകുമ്പോൾ കേരളത്തിന് വന്ന മാറ്റം എന്താണ്? ഇത്രയും വർഷം ഈ ഇടത് വലത് ഭരണങ്ങൾ നടത്തിയതിനേക്കാൾ കൂടുതൽ കേരളം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്. ഒരിക്കലും ഒരു സംസ്ഥാനം കൂടുതൽ കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്രം അനുവദിക്കില്ല. അത് ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേന്ദ്രം എന്താണ് തരാത്തത് ഈ കേരളത്തിന് വേണ്ടിയിട്ട്? ഇപ്പോൾ GSTയുടെ കാര്യം വീണ്ടും സൂചിപ്പിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ GST എന്ന് പറയുന്നത് കേന്ദ്രം ഇല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ആ സമിതിയിൽ കൃത്യമായി ഒരു വോട്ടെണ്ണൽ പോലും ഇല്ലാതെ പറയുന്ന, അവിടെ ആ GST കൗൺസിലിൽ പറയുന്ന കാര്യങ്ങൾ കൈയടിച്ച് പാസ്സാക്കിയതാണ് ഇവിടുത്തെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ധനമന്ത്രിമാർ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ, 5 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും കൂട്ടിത്തരണമെന്ന് പറയുന്നുണ്ട്. കൃത്യം ഇപ്പോൾ അങ്ങനെ ഒരു അവകാശമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അത് ആ കൗൺസിലിൽ പറയാം. പക്ഷെ അത് ഒരിക്കലും കേന്ദ്രത്തിന്റെ നിലപാടല്ല, അല്ലെങ്കിൽ കേന്ദ്രമല്ല അതിൽ ഇടപെടേണ്ടത്. അതിനൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്, അവർക്ക് അവിടെ അവകാശവാദം ഉന്നയിക്കാം. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ബഡ്ജറ്റ് സ്ത്രീപക്ഷമായിട്ടുള്ള എന്താണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് കണ്ടു. ഈ ഒരു സ്ത്രീകൾക്ക് ശാക്തീകരണം, സുരക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കുടുംബശ്രീ പോലുള്ള SHG ഗ്രൂപ്പുകൾക്കുള്ള വിഹിതമൊക്കെ കേന്ദ്രവും നൽകുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് കേരളത്തിന് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന രീതിയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ എന്താണ് പറഞ്ഞത്, ഈ ബഡ്ജറ്റിൽ എന്താണെന്ന് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കേരളം മാറ്റുന്നു, ഏതാണ്? ആരോഗ്യ ഹബ്ബ് അല്ലെ, എഡ്യൂക്കേഷൻ ഹബ്ബ്. അതിന്റെ കാര്യം ഞാൻ പറയാം. ആരോഗ്യ ഹബ്ബ് എന്ന് മാറ്റുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറെ മാസങ്ങളായി മരുന്നിന് പോലും തുക ചെലവാക്കാൻ സാധിക്കാത്ത ആ ഒരു രീതിയിലേക്ക് കേരളം മാറുമ്പോൾ ഈ മാർച്ച് വരെ അതിന് തുകയില്ല. തുക മാറ്റിവെക്കാൻ ഈ കേരളത്തിന്റെ ബഡ്ജറ്റിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്ന അവസ്ഥയിൽ കേരളത്തിന്റെ എന്താണ് ആരോഗ്യ നമ്പർ 1 ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ആ ഒരു ഹബ്ബാക്കി മാറ്റാൻ ഇവർക്ക് അതുപോലെ എഡ്യൂക്കേഷൻ അതിലേക്ക് നമുക്ക് വരാം. സ്ത്രീ സുരക്ഷ കൃത്യമായി അതിനകത്ത് ആ സ്ത്രീക്ഷേമം കൃത്യമായി ഇടം പിടിക്കാതെ പോയി എന്നുള്ളൊരു പരാതിയാണുള്ളത്. കഴിഞ്ഞ ബജറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന തുകയിലുണ്ടായിരിക്കുന്ന വ്യത്യാസം അടക്കം അത് കണക്കുകൾ വെക്കുമ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ അതിന് ഒരു മറുപടി പറയാം. ബിന്ദുകൃഷ്ണ പറഞ്ഞു നിർത്തിയപ്പം പറഞ്ഞു ഇരട്ടപ്പറ്റ സഹോദരന്മാരെ. എന്നാലും ശ്രീ പിണറായി വിജയനോടൊപ്പം ഒരു സഹോദരനും കൂടെ ഡൽഹി സമരം ചെയ്യാൻ പോകുന്നു. അത് മറ്റേ സിദ്ധരാമയ്യയാണ്. അതായത് കർണാടകവും കൂടി കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകും. കർണാടകത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എല്ലാം കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോവുകയാണ്. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടെല്ലാം കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്ത് സമരം ഉയർത്തിക്കൊണ്ടുവരുന്നു.
ഇവിടെ പ്രതിപക്ഷം രാഷ്ട്രീയമുണ്ട്, കൃത്യമായി രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണല്ലോ കൃത്യമായി ബിന്ദു സംസാരിച്ചതിനകത്തെല്ലാം രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കാരണം രാഷ്ട്രീയം സമയബന്ധിതമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു തീർന്നുള്ള കൃത്യമായിട്ട് അത് പിന്നെ പറഞ്ഞു തന്നെ പോകേണ്ടതായിട്ടുണ്ട്. കാരണം കേന്ദ്രത്തിനെതിരെ കേന്ദ്രം സ്വീകരിക്കുന്ന ഈ നിലപാടിനെതിരെ എന്തുകൊണ്ട് കോൺഗ്രസിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിച്ചതാണല്ലോ? എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നില്ല? ഇവിടെയാണ് കേന്ദ്രത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം ഈ കേരളത്തിൽ വന്നേ മതിയാവും. കാരണം അർഹതപ്പെട്ടത് തന്നെയാണ്, കേന്ദ്രം തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അത് ആരുടെ ഔദാര്യമല്ല, നമ്മുടെ നാടിന്റെ അവകാശമാണ്. അതാണ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന മതി. ഇവിടെ വളരെ പുറയിലൊന്നുമല്ല. കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് തന്നെ പിന്നെ പ്രതിശീർഷ വരുമാനത്തിൽ നമ്മൾ മുന്നിലായി, വിഭവസമാഹരണത്തിൽ നമ്മൾ മുന്നിലായി, ഓരോ മേഖലയിലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ പുറകോട്ടല്ല പോകുന്നത്, നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ മുന്നോട്ട് പോക്കിന് കുറച്ചുകൂടി ആക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം നമ്മളെ സഹായിക്കുക തന്നെ വേണം. അതാണ് എനിക്ക് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചും കൂടി പറഞ്ഞു. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞോട്ടെ. കാരണം ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഞാനെന്ന് ആ പദ്ധതിക്ക് അനുകൂലമായി ഒരു വോട്ട് രേഖപ്പെടുത്തിയ ആളാണ്. കോൺഗ്രസ് എന്ന് എതിർത്തോട്ട് രേഖപ്പെടുത്തി അത്തരൊരു പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ച BJP തീരുമാനിച്ചവരാണ്. കോൺഗ്രസ് ഞങ്ങളുടെയും കൂടെ പിന്തുണയില്ലായിരുന്നെങ്കിൽ അത് നിയമമാവില്ലായിരുന്നു. കൃത്യമായിട്ട് 63 ഇടതുപക്ഷ അല്ല, അതിനുശേഷം ബിന്ദു വന്ന കോമൺ പരിപാടിയൊക്കെ പിന്നെ അല്ലല്ല, നിങ്ങളത് വെച്ചപ്പോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് 200 ജില്ലകളിൽ നിജപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അന്നത് പാസ്സാവില്ല ബിന്ദു. നമ്മൾ അഡ്മിറ്റ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ പദ്ധതി സമ്മതിച്ചു, ഞങ്ങളുടെയും കൂടെ പിന്തുണയോടെ അതിനൊരു തിരുത്തും കൂടെ വരുത്തും. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ വല്ല ഇവരെ എതിർത്താ വോട്ട് രേഖപ്പെടുത്തിയതെന്ന്. ആ പദ്ധതിക്ക് 60,000 കോടി രൂപയെ ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളൂ. എന്താ ബിന്ദുകൃഷ്ണ സംസാരിക്കുമ്പോൾ 60,000 കോടി അതിനകത്തുള്ളൂ. 263 കോടി നീക്കി വെച്ച സംസ്ഥാന ഗവൺമെന്റ് കൊള്ളരുത്. 60,000 കോടി മാത്രം മാറ്റിവെച്ച കേന്ദ്രം നല്ലതാണെന്ന് പറഞ്ഞത്. അതുപോലെ സുരക്ഷയ്ക്ക് ഒന്നും പറഞ്ഞില്ല. എന്റെ കണക്കുണ്ട്. പോക്സോ കേസിലെ അതിജീവിതകൾക്ക് CWDCയുടെ കീഴിലുള്ള മോഡൽ ഹോം, എൻട്രി ഹോം എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിന്തുണ നൽകും. അംഗൻവാടി ഉപയോഗിച്ച് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് കൃഷികൾ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് സ്കൂൾ വിട്ട ശേഷം സുരക്ഷിതമായി ചെലവഴിക്കാനുള്ള ഇടം, കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ നൈപുണ്യം തിരിച്ചറിയുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള സഹായത്തിന് 51 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. ബീഡി, ഖാദി, മത്സ്യവിപണന, കയർ മേഖല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയാണ്. ആ മേഖലയ്ക്ക് ഏറ്റവും നല്ല പരിഗണന ഈ ബഡ്ജറ്റ് കൊടുക്കുന്നു. അംഗൻവാടിക്കാർക്കുള്ള ഇൻഷുറൻസ് ഈ ബഡ്ജറ്റിൽ കൊടുക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും അംഗപരിമിതി ഉള്ളവരെയും ഉൾപ്പെടുത്തുന്നു. ഇത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ കീഴിലുള്ള തന്റെ ഇടം പദ്ധതിയിൽ സർക്കാരിന്റെ കീഴിലുള്ള അഗതി മന്ദിരങ്ങളിലും മറ്റും താമസിക്കുന്ന അതിജീവിതകളും അല്ലാത്തവരുമായ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ പോക്സോ കേസിലെ അതിജീവിതകൾക്ക് മുൻഗണന നൽകും. 50% വീടുകൾ സ്ത്രീകൾക്കായി നൽകും. അതിന്റെ വിശദാംശങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. കൂടുതലായി ഞാൻ ഇനി ഇവരിൽ പോയ ശേഷം രണ്ടുപേരിലേക്കും വരാം. ആരാണ് ആദ്യം സംസാരിക്കുക? ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് സ്ത്രീ ക്ഷേമത്തിന് എത്രത്തോളം നീക്കി വെച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം കൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, അതുകൂടി പുതിയ തലമുറയെ കണ്ടുകൊണ്ടുള്ളതാണ്. സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട വിഷയമാണ്. അത് എത്രത്തോളം പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു? എൻ്റെ പേര് അഞ്ജന. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. സ്ത്രീ സുരക്ഷയെ പറ്റി തന്നെ പറയാം. കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടു. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നട്ടെല്ലെന്ന് പറയുന്നത് സ്ത്രീകളാണ്. നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം പുരോഗതി, ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് കൈവരിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ സ്ത്രീകൾക്ക് ധൈര്യമായി ഇറങ്ങി നടക്കാനുള്ള ഇതുണ്ടാവുമ്പോഴാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ എടുത്തു നോക്കിയാലും കേരളത്തിലെടുത്തു നോക്കിയാലും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2021 കേന്ദ്ര ബജറ്റിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിർഭയ പദ്ധതിക്ക് വേണ്ടി 1000 കോടി രൂപ മാറ്റിവെക്കുന്നത്. പക്ഷേ അതിൻ്റെ വെറും 10 കോടി മാത്രം, അതായത് വെറും കുറവ് മാത്രമാണ് അത് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഏകദേശം ബജറ്റിലേക്ക് വരികയാണെങ്കിൽ 10 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പം ജെൻഡർ ബജറ്റ് 2005 കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന സമയത്ത് 4% ബജറ്റ് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജെൻഡർ ബജറ്റിന്. കേരളത്തിൽ ആദ്യമായി ജെൻഡർ ബജറ്റ് എന്നുള്ള രീതിക്ക് അവതരിപ്പിക്കുന്നത് 2017 തോമസ് ഐസക് സാറാണ്. ആ സമയത്ത് ഏകദേശം 11% ജെൻഡർ ബജറ്റിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം അത് 21% നോക്കുകയാണെങ്കിൽ
നമുക്കത് വിലയിരുത്തുകയാണെങ്കിൽ കേന്ദ്ര വിഹിതത്തെക്കാൾ കൂടുതൽ കേന്ദ്രം വകയിരുത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാനം വകയിരുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ഡൊമസ്റ്റിക് വയലൻസ് കൂടുതലാണ്. അപ്പം സ്ത്രീ സുരക്ഷ എത്രത്തോളം ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കണം. കാരണം ഏകദേശം 23% സ്ത്രീകൾ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നൊരു സംസ്ഥാനമാണ് കേരളം. പോരാ, അതാണ് നേരത്തെ 10 കോടി എന്ന് പറയുന്നത് തുകയായി നോക്കുകയാണെങ്കിൽ അത് പോരാ. മാത്രമല്ല ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ നല്ല രീതിക്ക് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്ത്രീ സുരക്ഷയ്ക്ക് അപ്പുറം വിദ്യാഭ്യാസമുണ്ട്. എന്താണ് ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്? എൻ്റെ പേര് ആതിര, ഞാൻ കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്ററിം ബഡ്ജറ്റ്, യൂണിയൻ്റെ ഇൻ്ററിം ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ അതായത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജെൻഡർ കമ്മിറ്റ്മെന്റ്സിനും വിമനിനും മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറവാണ്. അപ്പം സംസ്ഥാന ബജറ്റായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് നോക്കുമ്പോൾ സംസ്ഥാനത്ത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ജെൻഡർ കമ്മിറ്റ്മെന്റ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വിമൻ ഡെവലപ്മെന്റ്സിനായാലും അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് പ്രധാന പോയിന്റ്സ്, എന്താണ് അങ്ങനെ തോന്നാൻ മാത്രമുള്ള ഏതെല്ലാം കാര്യങ്ങളിലാണ്, ഏതെല്ലാം മേഖലകളിൽ ആ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി എന്നാണ്? അത് ലൈക്ക് യൂത്ത് ഡെവലപ്മെന്റിലായാലും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക പോസ്കോ കേസസിലായാലും എല്ലാത്തിലും ഒരു പ്രത്യേക മാക്സിമം അലോക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി യൂണിയൻ ഗവൺമെന്റ്. ഓക്കെ, എഡ്യൂക്കേഷൻ സെക്ടറിലോ അതും കുറെ എഡ്യൂക്കേഷൻ സെക്ടറിലായാലും കമ്പയർഡ് ടു ദ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യത്തിലധികം ചെയ്തിട്ടുണ്ട്. ലൈക്ക് യൂണിയൻ ഗവൺമെന്റിലാണെങ്കിൽ നമുക്ക് കാണാം കൂടുതലും ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കമ്പയർഡ് ടു ദാറ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജെൻഡർ കമ്മിറ്റ്മെന്റ്സിലായാലും എഡ്യൂക്കേഷനിലായാലും ഹെൽത്തിലായാലും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് കമ്പാരിറ്റീവ്ലി അത് നാഗേന്ദ്രയ്ക്ക് ഞാൻ വരാം. അതിന്റെ ഉത്തരവായിട്ട് വന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചോദിച്ചതിന് ശേഷം എന്താണ് ഈ ബജറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബജറ്റ് എന്ത് നൽകുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് നൽകുന്നുണ്ട്, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്? അത് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ പേര് ആദിത്യ, ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ്. എഡ്യൂക്കേഷന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അടുത്ത കൂടെ എന്താണ് തോന്നുന്നത്? ബജറ്റ് ശ്രദ്ധിച്ചോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ പരിഷ്കാരം വരുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനായിട്ട് പുറത്തൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികൾ ആ ഒരു ജനറേഷൻ്റെ കാലമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അനുകൃഷ്ണ. ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിലെ PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിലെ കാര്യം നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനിൽ ഓരോ അതായത് ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ ഓരോ ലെവലിലും പ്രത്യേകം ബഡ്ജറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിമിതമായ ഒരു ലെവലിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരു ഫോറിനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലാണെങ്കിൽ പോലും എല്ലാം ഒരു പരിമിതമായ ഒരു ലെവലിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു ലെവലിൽ തന്നെ ഇംപ്ലിമെന്റേഷൻ നടക്കുകയാണെങ്കിൽ നല്ല ഒരു ഉന്നതി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു വെർഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം പറയാൻ. സ്ത്രീ സുരക്ഷ, സ്ത്രീ ക്ഷേമത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അവകാശം അത് ഒരു വശത്ത് നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നവരുടെ വിഷയം, അങ്ങനെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവരാൻ കേരളത്തിൽ ശ്രമിച്ച UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിനെതിരെ സമരം നടത്തി സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് പിന്നോട്ടടിച്ചത് CPM-ഉം SFI-യും അടക്കമുള്ളവരാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഏറ്റവും മലീമസമാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷ എഴുതാതെ ആളുകൾ SFI-ക്കാർ പാസ്സാവുന്നു, വൈലോപ്പള്ളിയുടെ വാഴക്കുലയെന്ന് എഴുതി വയ്ക്കുന്നവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു. അങ്ങനെ സമാനതകളില്ലാത്ത നസീമും ശിവരഞ്ജിത്തും അടക്കം സ്വന്തം പേര് നേരാവണ്ണം എഴുതാൻ അറിയാത്ത SFI നേതാക്കന്മാർക്ക് പോലീസ് പരീക്ഷയിൽ
CPO ലിസ്റ്റിൽ 1ാം റാങ്കൊക്കെ കിട്ടുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അപജയമാക്കി കേരളത്തെ, ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ക്വാളിറ്റി എഡ്യൂക്കേഷന് പേര് കേട്ട നമ്മുടെ നാടിനെ അങ്ങനെ ആക്കിയതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്നാണ് ഒരു നേതാവ് പറയുന്നത് കേട്ടു, പുറത്തോട്ട് പോകുന്ന പിള്ളേർക്ക് എന്തോ എസ്കേപ്പ് ടാക്സാ എന്തൊക്കെയോ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ കളിയാക്കുന്നതടക്കം. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ബഡ്ജറ്റിലൂടെ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ വർഷത്തെയും ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഓരോ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളും. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് ചോദിക്കുന്നത്, ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് കേരളത്തിലെ വിഷയം മാത്രമല്ലല്ലോ, അതിൽ 4% മാത്രമേ കേരളത്തിൽ നിന്ന് പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കണക്കുകൾ അങ്ങനെ നമ്മുടെ ചുറ്റും കണ്ണോടിച്ച് നോക്കൂ, എന്താ സ്ഥിതി? ഞാൻ അധിവസിക്കുന്ന പ്രദേശം കണ്ണടയ്ക്കാതെ ഒന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാവും അല്ലേ മക്കളെ? മനസ്സിലാകില്ലേ? എത്ര പേരാ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരള ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദിശാബോധമില്ലാത്ത ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് അത് നടപ്പാക്കണമെന്നുള്ള ആത്മാർത്ഥതയില്ല എന്ന് മുൻകാല പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു. രണ്ടാമതൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഞാൻ വളരെയേറെ പ്രതീക്ഷിച്ചു കേരളത്തിലെ പാവങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ജീവൻ എടുക്കുന്ന സാഹചര്യം, എന്നിട്ടും ആ പെൻഷൻ്റെ കുടിശ്ശിക ഒന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് പോലും ഒരു അലോക്കേഷൻ ഞാൻ കണ്ടില്ലുണ്ടോ? ഇല്ല, അത് പക്ഷേ കൃത്യമായിട്ട് അല്ലേ അതിനകത്ത് കൊടുക്കണ്ടേ ഇതൊക്കെ കൊടുക്കണ്ടേ? പറഞ്ഞാൽ മതിയോ? കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കൂ. ഈ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്തത് വനിതാ, ഞാൻ കണക്കുകൾ പരിശോധിച്ചപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ കുറച്ച് നന്നായി ചെയ്തിരിക്കുന്നത്. വനിതാ ശിശു 5.5 കോടി അത് വനിതാ കമ്മീഷൻ, വനിതാ വികസന കോർപ്പറേഷൻ വളരെ ചുരുക്കം പൈസ മാത്രം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വനിതാ മേഖലയെ പൂർണ്ണമായി അവഗണിച്ചു. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സിദ്ധാരാമയ്യ സമരത്തിന് പോകുന്നു. സിദ്ധാരാമയ്യ പിണറായി വിജയൻ ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നിൽ മുട്ടിടിച്ചല്ല നിൽക്കുന്നത്. അവിടെ BJPയുടെ ഫാസിസത്തെയും കച്ചവടത്തെയും എതിർത്തുകൊണ്ട് തൻ്റെ അടുത്തോടെ കർണാടകത്തിൽ ഗവൺമെൻറ് നിൽക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ നവകേരള സദസ്സ് ധൂർത്ത്, ഞാനടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പണമെടുത്ത് ധൂർത്തടിച്ചിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ട് കണ്ടിട്ട് പരാതി കേൾക്കാതിരുന്നിട്ടും ഇന്നും ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറയുക, ലോകത്തിൻ്റെ ചരിത്രത്തിൽ, ജനാധിപത്യ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങളുമായി മന്ത്രിസഭ ഒന്നാകെ പോയി സംവദിക്കുന്നത് ആരോടെ സംബന്ധിച്ച്? അവർ തിന്നും കുടിച്ച് നടന്ന്, അവർ ഏറ്റവും ധൂർത്തടിച്ച് നടന്നു. അതിനൊക്കെ തുകകൾ ഇഷ്ടം പോലെ കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി വീട്ടിലെ കർട്ടൻ 7 ലക്ഷം രൂപ അടക്കം മുഖ്യമന്ത്രി വീട്ടിൽ എന്നും പണിയാണ്, എന്നും ലക്ഷങ്ങൾ. കാലിത്തൊഴുത്ത്, കാലയ്ക്ക് പശുവിന് എന്തോ സംഗീതം കേൾക്കാൻ വേറെ സെറ്റ് എന്ന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പട്ടിണി പാവങ്ങൾ ഒരു ഇത്തിരി പെൻഷൻ, ആ പെൻഷൻ പോലും ഇതെല്ലാം അടക്കം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ചർച്ച അതെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പം ഇത് ശരിക്കും വേണ്ടത് മനുഷ്യത്വപൂർണമായ മാനവികമായ ഒരു പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് നടപ്പിലാക്കൽ രാഷ്ട്രീയത്തിനതീതമായി കേരളം ആഗ്രഹിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് പൊള്ളയായ ബഡ്ജറ്റാണ്. സ്ത്രീ സൗഹൃദം ഒട്ടുമേ അല്ല. സ്ത്രീകൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്യൂ, എത്ര പൊതു ശൗചാലയങ്ങളുണ്ട്? അതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൽ തുടങ്ങാം. 8 വർഷം കൊണ്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിച്ചു എന്നാണ് പറഞ്ഞത്. ഞാനും ബിന്ദുകൃഷ്ണൻ കൂടെ ഈ ചർച്ച കഴിഞ്ഞ് രാഘവന്തിനെ കൂടെ കൂട്ടാം. ഞങ്ങൾ മൂന്നും കൂടെ ഈ പട്ടണത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങൾ, ശ്രീ ആദരണീയനായ മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ കേരളത്തിലെ വിദ്യാലയങ്ങളാണോ, അല്ലെ ബിന്ദുകൃഷ്ണയെ ഞാനും എല്ലാം പഠിച്ച കാലത്തെ വിദ്യാലയങ്ങളാണോ ഇന്നത്തെ വിദ്യാലയം? ഈ ചർച്ച കഴിഞ്ഞ് ഞാൻ ബിന്ദുകൃഷ്ണയെ ക്ഷണിക്കുക, ഞാൻ അക്കാര്യത്തിൽ വെല്ലുവിളിക്കുക, എൻ്റെ കൂടെ ഒന്ന് വാ. കാരണം കേരളത്തിലെ പൊതുവിദ്യാലയം ഇങ്ങനെയാണോ കിടക്കുന്നത്? ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ പരിഗണന കൊടുത്തത് കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വരുന്നത്, അല്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മൾ മെച്ചമാക്കിയത് കൊണ്ടാണ് ഇത്തവണ 2ാം പിണറായി ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്നത്. കേരളത്തിലെ കൊച്ചുങ്ങളെല്ലാം ചുറ്റുവട്ടത്തുള്ളവർ മുഴുവൻ വിദേശത്തൊക്കെ പോയി പഠിക്കും കുട്ടികൾ. 4% പോകുന്നുള്ളൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 4% ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. ഏറ്റവും കുറച്ചാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. വിദേശത്തേക്ക് പോകുന്നതാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇവിടെ ഒന്നും കുട്ടികളില്ല. കണക്കൊക്കെ വളരെ കറക്റ്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞു. അതില് അതായത് വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ പോകുന്നു. പിന്നെ സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ചല്ലേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനം ഈ കേരള സംസ്ഥാനമാണ്. നമ്മുടെ നാടിനെ എന്തിനാ നമ്മൾ കൊച്ചാക്കുക? നമ്മുടെ മക്കളൊക്കെ എത്ര മിടുക്കരാ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എത്ര സമർത്ഥരാണ്. അവര് ഒരുപാട് കുട്ടികൾ നല്ലപോലെ പഠിച്ച് നമ്മുടെ കേരളത്തെ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി വേണം. ഈ നമ്മുടെ സാങ്കേതിക സർവകലാശാലയ്ക്ക് 265 കോടി ഈ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല പരിഗണന കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്
തുടർ ഗവൺമെൻറ് ഈ കേരളത്തിൽ വന്ന ഒരു കാരണം അത് തന്നെയാണ്. പിന്നെ ഇവിടെ ദൂർത്തടിച്ചെന്ന് പറഞ്ഞല്ലോ. കാരണം ഈ നവകേരള സദസ്സിനെ പൊളിക്കാൻ വേണ്ടി ഇവരെന്തോ ഒരു സഭ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് അതൊന്നും ചിത്രത്തിൽ പോലും വന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഏറ്റവും നന്നായി ഈ നവകേരള സദസ്സിനെ ജനങ്ങൾ ഏറ്റെടുത്തു ബിന്ദു. അതിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ 1000 കോടി രൂപ 1000 കോടി രൂപ ലോണൊക്കെ എടുക്കുന്നേ സ്റ്റേറ്റ് മുന്നോട്ട് കേന്ദ്ര ലോൺ എടുക്കത്തില്ലേ? 500 രൂപയാണ് കുറച്ച് കൊടുത്തത്. ഇവർ ഒന്നാം പിണറായി ഗവൺമെന്റ് അവസാന സമയത്ത് ബിന്ദുവൊക്കെ ഇപ്പൊ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതൊന്നും അംഗീകരിച്ചില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യ ഗവൺമെന്റിന്റെ അവർ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയസമീപനങ്ങൾക്കെതിരെ ഒരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തെ തകർക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം സമ്മതിക്കത്തില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ ആരംഭിക്കുമെന്നതടക്കമുണ്ട്. ഒരു പക്ഷേ ചില പ്രഖ്യാപിത നയങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താ ചിലർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. കേരളത്തിലെ ഈ SFI എന്നൊക്കെ പറയുന്ന ഇന്ത്യയിലെ ഞാനൊക്കെ SFIയിലൂടെ പോകുന്നത് അവിടെ എത്ര മിടുക്കരാണ്. കേരളത്തിലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള കുട്ടികളൊക്കെ പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണ്. എല്ലാവരും നല്ല SFI ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംഘടന. അതുകൊണ്ട് അതിനകത്ത് ചിലപ്പോ ഇപ്പൊ നൈന സാഹിനിയെ പണ്ട് ഓർമ്മയില്ലേ തന്തൂരി അടുപ്പി എന്റെ പഴയ കാലത്ത് എന്നോട് നാഗപ്പൂർ സമ്മേളനം പോലുള്ള എനിക്ക് ഇങ്ങോട്ട് അറിയാം എന്നോടൊന്നും പറയില്ല അക്കാര്യത്തിൽ അറിയാം. അതിനെല്ലാം കൃത്യമായിട്ട് മറുപടി ഞാൻ പറയാം. അതുകൊണ്ട് നമ്മൾ അത് പോട്ടെ. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖല തീർച്ചയായിട്ടും ഇന്നത്തെ മാറിയ സാഹചര്യം ഒരുപാട് ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ഈ സദസ്സിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളെയും കടന്നിട്ടില്ല, നമുക്ക് നോക്കാം. രാഗേന്ദു, ഇപ്പോ നമ്മൾ ആ കുട്ടികളുടെ അഭിപ്രായമാണ് ജെൻഡർ ബജറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അലോക്കേഷൻ കേന്ദ്ര ബജറ്റിന് കുറവായിരുന്നു. സംസ്ഥാനം ഉള്ള പരിമിതി വെച്ച് ആ രീതിയിലേക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് ഒരു യുവതലമുറയാണ്. അല്ല, ഇപ്പോൾ ഇവര് ഈ 1-2 പേര് പറഞ്ഞ ഒരു കാര്യത്തിൽ അവരിപ്പോ ഈ ഒരു ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഒരു കണക്കനുസരിച്ചിട്ടായിരിക്കും. കാരണം ആരോഗ്യ മേഖലയിൽ ഇത്ര കോടി, ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര കോടി, ഡിജിറ്റൽ സർവകലാശാല ഇത്ര കോടിയൊക്കെ വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ആകുമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം 2016 ഇവർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതായത് യുവാക്കളായതുകൊണ്ട് ഞാൻ പറയുന്നതാ, ഹാർഡ്വെയർ നിർമ്മാണ ഹബ്ബായിട്ട് കേരളം മാറും. ഏകദേശം 12 ഹബ്ബുകൾ കേരളത്തിലൂടെ എല്ലായിടത്തും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ പദ്ധതികൾ അന്ന് ഉണ്ടായതാണ്. സയൻസ് ഹബ്ബുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ഈ ഒരു 8 വർഷക്കാലം ഇവർ പറയുന്ന രീതിയിൽ തന്നെ 2016 അധികാരത്തിൽ വന്നപ്പോൾ LDF സർക്കാർ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതിൽ നിന്നും ഏറ്റവും താഴെ തട്ടിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവരുടെ അവകാശവാദം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർ പ്രഖ്യാപിക്കുക മാത്രമാണ്. കാരണം ഇവർക്ക് അതിനുള്ള ധനസമാഹരണം എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇതിന് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ടൂറിസം ഡെവലപ്മെന്റിന് ഏറ്റവും മുൻനിരയിൽ നിൽക്കാൻ സാധ്യതയുള്ള ഇപ്പൊ ഈ പറയുന്ന ഇപ്പോൾ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ തൊഴിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു. എങ്ങനെ നമ്മൾ ആ ടൂറിസം മേഖലയിൽ 1ാം സ്ഥാനത്ത്, ഇല്ലെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിലുള്ള കഴിവുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ഡെവലപ്മെന്റ് നല്ലതായിട്ട് മുന്നോട്ട് പോരുന്നെങ്കിൽ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും കടമെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന നിലവാരത്തിലേക്ക് അത് മാത്രം മുന്നിൽ കണ്ടുപോകുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ വെറും പേപ്പറിലുള്ളതാണെന്ന് മാത്രം വിചാരിക്കുക. കാരണം 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ UDF സർക്കാർ അതായത് കടം എടുത്ത് മുടിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ധവളപത്രം അവർ പുറപ്പെടുവിച്ചു. പക്ഷെ അന്ന് അവർ പറഞ്ഞത് കോൺഗ്രസ് ഭരിച്ച് മുടിച്ചിരിക്കുന്ന ഒരു കേരളമാണ്. പക്ഷെ ഞങ്ങൾ ഇതിനെ ഈ ഒരു 2016 ശേഷം ഞങ്ങൾ കേരളത്തിന് ഏത് രീതിയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ചെലവ് ഞങ്ങൾ കുറയ്ക്കും എന്നൊരു വാചകം ഒരു ബഡ്ജറ്റിൽ പോലും ഇല്ലായിരുന്നു. എല്ലാത്തിനും ദൂരത്ത്. ഇപ്പൊ നേരത്തെ അപർണ പറഞ്ഞു ഗ്രീൻ സിഗ്നൽ ആണ് നവകേരള സദസ്സിനും കേരളത്തിനും എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണ്? കാരണം ജനങ്ങൾ എന്തായാലും അത് വിശ്വസിക്കില്ല. കാരണം ജനങ്ങൾ കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ലോൺ 4 ലക്ഷം രൂപ ലോൺ എടുത്തത്
പരാതി നവകേരള സദസ്സിന് കൊടുത്തപ്പോൾ വെറും 500 രൂപയാണ്. അദ്ദേഹത്തിന്റെ യാത്രാകൂലി പോലും അതിൽ കുറച്ച് കിട്ടിയില്ല, വെറും 500 രൂപയാണ് കുറച്ച് കിട്ടിയത്. ഇതാണ് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ മുഖ്യമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭയുള്ള ആ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തപ്പോൾ കിട്ടിയ പ്രതിഫലം. അല്ല, ഞാൻ പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതൊന്നും നടപ്പിലാക്കാനോ ഇല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാനോ ഉള്ള സാമ്പത്തികം കേരളത്തിനില്ല. കാരണം ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ ആരോഗ്യ മേഖലയിലാകട്ടെ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലാവട്ടെ കൃത്യമായി ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ്? LDF സർക്കാരിന്റെ ഇതുവരെയുള്ള നയം അവർ മാറ്റി. കാരണം സ്വകാര്യ മേഖലയിലേക്ക് അവർ കടക്കുന്നു എന്നുള്ള ഒരു രീതി. അതിന് ഞങ്ങളൊന്നും ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ അവർ പറയണം, ഞങ്ങളുടെ നയം മാറ്റി, ഞങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് എന്ന് LDF സർക്കാർ ജനങ്ങളോട് ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയണം, ഇന്നത്തെ ബഡ്ജറ്റിലൂടെ അവർ പറയണം. അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപം ക്ഷണിച്ചുകൊണ്ടുള്ള പ്ലാൻ ബി ആണോ സംസ്ഥാനത്തിന് മുന്നിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട് ഈ വിഷയത്തിനകത്ത്. രാഗേന്ദു പറഞ്ഞ് നടത്തുന്നത് CS സുജാതയുടെ മറുപടിയിൽ കൂടി വരണം. വളരെ പെട്ടെന്ന് തിരികെ എത്താം. ചെറിയ ഇടവേള അത്യാവശ്യം. Last time you had mentioned സ്വകാര്യ നിക്ഷേപ മൂലധനത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പ്രവാസികളെയും സ്വകാര്യ നിക്ഷേപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് കൂടുതൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തിലേക്ക് ഏത് തരത്തിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്നു. അത് ഒരു പക്ഷേ ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഉയർന്നതാണെന്നുള്ള പരാതികളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നേക്കാം. ഞാൻ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥിനികളിലേക്ക് വീണ്ടും പോയതിനു ശേഷം ബജറ്റ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? അതിന്റെ ഹൈലൈറ്റിൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? അതല്ലെങ്കിൽ അത് സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്നത് ഏത് ഭാഗത്തായിരിക്കും? എൻ്റെ പേര് സ്നേഹ സാജൻ. ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നോക്കുമ്പം സ്ത്രീ പ്രാതിനിധ്യം നമ്മുടെ സർവകലാശാലകളിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല മൊത്തം എടുക്കുമ്പോൾ വിമൻ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വിമൻ എൻറോൾമെൻറ്റ് റേറ്റ് ഇസ് വെരി ഹൈ. അപ്പോൾ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഇൻക്രീസിനെ നമുക്ക് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഒരു ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, വിമൻ സെൻസിറ്റീവായ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ എത്ര കണ്ട് ഈ ബഡ്ജറ്റിന് സാധിച്ചു എന്നതിൽ സംശയം ഉണ്ട്. അതായത് തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രതീക്ഷകൾ അതിനകത്തില്ല, അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ കരുതുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് കൂടെ എടുക്കാം. പറഞ്ഞോളൂ, എന്താണ് ബഡ്ജറ്റ് കണ്ടിട്ട് തോന്നുന്നത്? എന്താണ് ഒരു അഭിപ്രായം? എൻ്റെ പേര് മീനു. ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ഫസ്റ്റ് ഇയർ PG വിദ്യാർത്ഥിനിയാണ്. എനിക്കും എഡ്യൂക്കേഷൻ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. ഒരു വിദ്യാർത്ഥി PG ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത് വരെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിന് ചിലവാകുന്നത് ഒരു വിദ്യാർത്ഥിക്ക്. അതേപോലെ പക്ഷേ അതിനനുസരിച്ചുള്ള എംപ്ലോയ്മെൻറ്റ് സെക്ടറിലേക്ക് വരുമ്പോഴത്തേനും ജോലി സാധ്യതകൾ ഉണ്ടാവുന്നില്ല. അതിനെപ്പറ്റി ബഡ്ജറ്റിനകത്ത് അതും പറഞ്ഞിട്ടില്ല. ഓക്കെ, റൈറ്റ്. തൊഴിലില്ലായ്മ നിരക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ ഒരു ചെറിയൊരു ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും ഓർത്ത് വെച്ചോളൂ. തൊഴിലില്ലായ്മ പരമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നിടത്ത് അതൊരു ഒരു ഒരു ദീർഘദർശനം അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പരമാവധി തൊഴിൽ കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ തന്നെ PSC വഴി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്ത ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് പുറത്തു വന്നു. ഈ സമീപകാലത്ത് നിയമനം നടന്ന വിവിധ സ്റ്റേറ്റുകളുടെ വന്നതിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത സംസ്ഥാനം കേരള PSCയുടെ കണക്ക് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏതാണ്ട് 20,000-ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തത് നമ്മളാണ്. രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് വെച്ചത് തന്നെ ഇപ്പോൾ മോളൊക്കെ സൂചിപ്പിച്ച പോലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കും. നമ്മുടെ ഒരു മുഖ്യ പ്രശ്നം, കേരളം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം അത് തന്നെയാണ്. പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തുടങ്ങി. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ തൊഴിലവസരങ്ങൾ, സ്റ്റാർട്ടപ്പ്, ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിനകത്തുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഒരു നിരാശാക്കാര്യത്തിൽ വേണ്ട. ഗവൺമെൻറ് വരുന്ന 5 വർഷക്കാലം ഗവൺമെൻറ് ഏറ്റവും വലിയ പരിഗണന കൊടുക്കുന്നത് തൊഴിൽ മേഖലയിൽ വലിയ പങ്കാളിത്തം കൊണ്ടുവരാൻ വേണ്ടിയാണ്.
കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു 10-14 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ തൊഴിൽ കൊടുക്കുക. തൊഴിലാളി എന്നൊരു പദം പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനകത്തിലില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ മേഖലയ്ക്ക് കേന്ദ്രത്തിൻ്റെ സമീപനമല്ല കേരളത്തിൻ്റെ സമീപനം. ബഡ്ജറ്റ് ആകുന്നു, എൻ്റെ കയ്യിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കതിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മുമ്പേ ഇവിടെ സൂചിപ്പിച്ചു ടൂറിസം മേഖല 5000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ടൂറിസം മേഖലയ്ക്ക് നീക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ടൂറിസം അല്ലല്ലോ, ലോകത്ത് കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ ഒന്ന് ഈ കേരളമാണ്. അങ്ങനെയുള്ള കേരളത്തിൻ്റെ മാക്സിമം ടൂറിസം സാധ്യത, കൂടുതൽ തൊഴിലവസരം കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് ടൂറിസം. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിന് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പോകുന്നു. പ്രവാസികളുടെ അടക്കം സഹായം തേടിക്കൊണ്ട് വരുന്ന ആളുകളിൽ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ മേഖലയാണ്. പക്ഷേ 8 വർഷം കൊണ്ട് എന്ത് ചെയ്തു? 8 വർഷം നിങ്ങൾ കാണുന്ന അടിസ്ഥാന 50,000 കോടി രൂപ കേന്ദ്രത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് അനുവദിക്കും പലിശരഹിതം. അടിസ്ഥാന വികസന മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പണം നീക്കി വെക്കുന്ന സംസ്ഥാനമല്ല ഇപ്പോൾ കേരളം. ഞങ്ങൾ ഇപ്പൊ നാഷണൽ ഹൈവേയില് രാഗേന്ദു തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കി. 5830 കോടി രൂപയാണ് കേരളം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനമാണ് നാഷണൽ ഹൈവേ സ്ഥലമെടുക്കാൻ ഇത്രയും പണം നീക്കി വെക്കുന്നത്. നിങ്ങൾ ഈ കേരളത്തോട് അന്യായമായി ദ്രോഹം ചെയ്യുന്നു. കാരണം അത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. അത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, ഇത് ആരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂവിന്റെ ഒരു അംശം നമുക്ക് തരണ്ടേ? അത് തരാതിരിക്കുന്നതുകൊണ്ടാണ് ശക്തമായി സമരം ചെയ്യുന്നത്. പക്ഷെ തന്നത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കടമെടുത്ത് തന്നെ ചെയ്യുന്നത് ഈ കാലത്തെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവർ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പുറം തിരിപ്പുണ്ടല്ലോ. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? അത് ഞാൻ പറയട്ടെ, കടമെടുക്കേണ്ടി വരും. കേന്ദ്രം കടമെടുക്കുന്നില്ല. കേന്ദ്രത്തിന്റെ കട എത്രാന്ന് രാഗേന്ദ്ര എന്ന് പറഞ്ഞ് 306 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കട, അല്ലേ? കേന്ദ്രം കടമെടുക്കുന്നില്ലേ? കേന്ദ്ര FCI ഇന്ന് കടമെടുക്കുന്നില്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റിയോട് കടമെടുക്കുന്നില്ലേ? അത് കേന്ദ്രത്തിന്റെ കടത്തിന്റെ പട്ടികയിൽ നിങ്ങൾ പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ കിഫ്ബിന്ന് കടമെടുക്കുമ്പോൾ, പെൻഷൻ ഫണ്ട് ബോർഡിന്റെ കടമെടുക്കുമ്പോൾ നിങ്ങളത് സ്റ്റേറ്റിന്റെ കടമാക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഈ കേരളത്തെ ദ്രോഹിച്ചാലും കേരളം പിടിച്ചു തന്നെ നിൽക്കും. സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിന് നയങ്ങൾ മാറിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കടമെടുക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിലെന്താണ് വിഷയം എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും കുടുംബശ്രീ അടക്കം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിലൊരു പ്രഖ്യാപിതമായ ചേഞ്ച് അതിനകത്ത് തീർച്ചയായും നയപരമായ എനിക്ക് സുജാ ചേച്ചിയോടും കേരളത്തിലെ CPM നേതാക്കന്മാരോടും പറയാനുള്ളത്, ഈ സ്വാശ്രയ കോളേജുകളുടെ പേരിൽ, ഈ സ്വകാര്യ നിക്ഷേപങ്ങളുടെ പേരിൽ ഇന്നലകളിൽ നിങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി, ഞങ്ങളുടെ പിള്ളേരെ തല്ലുകൊള്ളിച്ച് ഒക്കെ നടന്നിട്ട് ഈ ആരറിയുന്ന നയം മാറുമ്പോൾ കോൺഗ്രസിനെ ആക്ഷേപിച്ചിട്ട് കാലാകാലങ്ങളിൽ ലോകത്തുണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾക്കനുസരിച്ച് ആധുനിക ഇന്ത്യയെ പരിഷ്കരിക്കുവാനുള്ള ധനതത്വശാസ്ത്ര മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ആക്ഷേപിച്ചവർ ദേ ഇപ്പോൾ ഞങ്ങളെല്ലാം കുടുംബശ്രീ, കോളേജ്, സകലയിടത്തും കൊണ്ട് സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു. ഒരു മാപ്പെങ്കിലും കേരള സമൂഹത്തോട് പറഞ്ഞിട്ട് വേണ്ടേ എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ഈ സ്വാശ്രയ സർവകലാശാലകൾ, കോളേജുകൾ ഇതൊക്കെ കഴിഞ്ഞ് വിദേശ സർവകലാശാലകളിലൊക്കെ പോകുമ്പോഴേ ആ കൂത്തുപറമ്പിലോട്ട് പോയി ഒന്ന് പ്രായശ്ചിത്തം ചെയ്തിട്ട് വേണം കേട്ടോ. അതൊക്കെ ഒരു കാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തള്ളെന്നൊക്കെ പറഞ്ഞാൽ തള്ളുണ്ട്. കേരളം ലോകത്തിലെ 50 ടൂറിസം സ്പോട്ടായത് പിണറായി വിജയൻ വന്നതിന് ശേഷമൊന്നുമില്ല. ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം. കുറെ കൂടി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ അത് ഞാൻ പറയുന്നല്ലോ, ഇത് ഇദ്ദേഹം ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായതല്ല. കാലാകാലങ്ങളിൽ കേരളത്തിൽ അവകാശപ്പെടാമോ? സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കോൺഗ്രസ് അല്ലേ? അത് കാലാകാലത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഞങ്ങൾ മാത്രം കൊണ്ടുവന്നു പറയുന്നതിന് യോജിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ TP ശ്രീനിവാസൻ സാറിൻ്റെ ചെവുകുറ്റിക്കടിച്ച SFIക്കാരുടെ അതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് മുൻപേ കൊണ്ടുവരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് കേരളത്തിലാണ്. ശരിയാ, CPM നേതാക്കന്മാർക്കും ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും അവരുടെ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ PSC റാങ്ക് ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ പാസ്സായി കായികക്ഷമതാ പരീക്ഷയും പാസ്സായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാതെ എല്ലാം കഴിഞ്ഞ ആഴ്ച CPM റാങ്കുകാർ വന്ന് ഞാൻ ആ പോയിന്റ് പറയാം. രാജ്യത്ത്
മറ്റേതൊരു സംസ്ഥാനത്തേക്കാൾ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സ്ത്രീ തൊഴിൽ പങ്കാളിത്തത്തിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. സ്വാഭാവികമായി കേരളം റാങ്കിങ്ങിൽ വരും. അത് പക്ഷേ ഇവിടെ എല്ലാവർക്കും 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായി, ലോകത്താദ്യമായി ഈ കേരളത്തിൽ വന്നതിന്റെ നേട്ടം ഈ കേരളം അനുഭവിക്കുന്നു. ഉത്തർപ്രദേശിലോട്ട് നമുക്ക് പോകാം, രാജസ്ഥാനിലോട്ട് പോകാം, മധ്യപ്രദേശിലോട്ട് പോകാം, ഒറീസയിലോട്ട് പോകാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ അർഹതയുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് പിൻവാതിൽ നിയമങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ വലച്ചതാണ്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 1,57,000 ആളുകൾക്ക് തൊഴിൽ കൊടുത്തു വന്ന് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ 5 വർഷം കൂടെ അധികാരത്തിൽ വരുമ്പോൾ ബാക്കി കൂടെ കൊടുക്കും. 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള കാര്യമെല്ലാം കേരളത്തിലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതായത് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള കണക്ക് ഞാൻ ഈ വീട്ടിൽ ഇവിടെ പിന്നെ എടുത്തു തരാം. ഇന്ത്യ ഗവൺമെന്റ് അല്ല രാഘേന്ദ്ര ഒന്ന് പറ നിങ്ങൾ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ റെയിൽവേയാ. നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തൊഴിലാളി എന്നൊരു പദം പോലും നിങ്ങളുടെ ബഡ്ജറ്റിലിരിക്കുന്നതല്ലാതെ നിങ്ങൾ ആർക്കെങ്കിലും, എന്റെ സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡോക്ടർ മേഖലയിലാണ്, അവരെ എക്സാം എഴുതിയിട്ട് അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ആർക്കെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും PSC വഴി ജോലി സാധ്യതകൾ ഉണ്ടെങ്കിലും ഒരുപാട് ഇറഗുലാരിറ്റീസ് അതിൽ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു പ്രൂവൻ ഫാക്ട് ആണ്. അത്രേ ഉള്ളൂ. അത് ശരിയാണ്. കാരണം ഞാൻ പറയുന്നത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെയധികം മുന്നോട്ട് പോകുന്ന ആ ഒരു ഘട്ടത്തിലും PSCയിൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് പ്രൂവൻ ഫാക്ട് ആണ്. അതില്ല മോളെ, അതിപ്പോ അങ്ങനെ ഇല്ല. അല്ല മോൾക്കത് തെറ്റിദ്ധാരണ പറ്റുന്ന ഒരു കുഴപ്പമില്ല. വളരെ കൃത്യമായി അത് ഇന്ത്യയിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും നന്നായി തന്നെ ചെയ്തു പോകുന്നുണ്ട്. മാം, കമ്പയർഡ് ടു ദാറ്റ് നമുക്ക് UPSCയിലോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതേപോലത്തെ ഒരു ഉദ്യോഗത്തിലും ഒരു ഇറഗുലാരിറ്റീസും ഇതുവരെ കണ്ട് സാധ്യതയില്ല. മാത്രമല്ല ന്യൂസ് പേപ്പേഴ്സിൽ നമ്മളത് കണ്ടിട്ടുമില്ല. ആൻഡ് ആസ് എ സിറ്റിസൺ അല്ലെങ്കിൽ ആസ് എ ഇൻഡിവിജ്വൽ എല്ലാവരും വളരെയധികം കോൺഫിഡൻ്റ് ആണ് UPSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു എക്സാമിനേഷൻ കൊടുക്കാനായിട്ട്. കമ്പയർഡ് ടു ദാറ്റ് PSC ഇപ്പൊ ആർക്കും ഒരു വിശ്വാസം തന്നെ ഇല്ല. ബിക്കോസ് നമ്മൾ ന്യൂസിൽ തന്നെ എത്രയോ പ്രാവശ്യം തെറ്റിദ്ധാരണ വരുത്തുന്ന കണക്ക് ഞാൻ പറയുന്നത് അതല്ല ഒരു കാര്യം കൂടെ. അത് മോളെ അത് വെറും തെറ്റിദ്ധാരണയാണ്. PSCയെ അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല. അത് മോക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാ. മോളത് ശരിയായിട്ട് നോക്കിയാൽ മതി. വളരെ കറക്റ്റ് ആയിട്ടുള്ള PSCയിൽ എവിടാ കുഴപ്പം വന്നത്? ഇനി കേന്ദ്രം ഒന്ന് പറയട്ടെ മോളെ, പഠിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ തരാൻ കഴിയുന്നത്, തൊഴിൽ ദാതാവ് ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിൽ ഇന്ത്യൻ റെയിൽവേയിൽ 4.25 ലക്ഷം ഒഴിവുണ്ട്. അത് ഓരോ മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, തൊഴിൽ മേഖല, ഡിഫൻസ്, എല്ലാ രംഗത്തും തൊഴിൽ അവസരം പ്രദാനം ചെയ്യാൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ എത്ര വർഷം കൊടുക്കുന്നു തൊഴിലവസരങ്ങള്? പല കോൺട്രവേഴ്സീസും അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് തോന്നിപ്പിച്ചതാണോ? അല്ല, തോന്നിപ്പിച്ചതല്ല. അത് അൺബയാസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ. രണ്ടുപേര് സംസാരിക്കാനുണ്ട് ഓൾറെഡി. തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യത്തിൽ ഇപ്പം സർവകലാശാലയിൽ എല്ലായിടത്തും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പോളിസീസും സ്കീമുകളും കൊണ്ടുവന്നു, ഒരുപാട് അലൊക്കേഷൻസ് ഒക്കെ നമ്മളിവിടെ കേട്ടു. എന്നാൽ എൻ്റെ ചോദ്യം, നമ്മുടെ NIRF റാങ്കിങ്ങിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ എല്ലാ വർഷവും കണക്കുകൾ വരും. അപ്പോൾ അതിൽ ആദ്യ 5-ൽ പോട്ടെ, ആദ്യ 10-ൽ, ആദ്യ 20-ൽ എവിടെങ്കിലും ഒരു കേരളത്തിലെ സർവകലാശാലയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? അക്രഡിറ്റേഷൻ വളരെ മുമ്പേ വന്ന മോളെ. പണ്ട് കേരളം ഈ കോൺഗ്രസ് ഭരിക്കുന്ന
മാർക്ക് തട്ടിപ്പ് കാലത്ത് സമരം ചെയ്ത ഒരു പഴയ സഭ പ്രവർത്തക ഞാൻ ബിന്ദുവിന് അതറിയില്ല എന്ന് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ഇതുപോലുള്ള അവർക്ക് ഇപ്പൊ പണ്ട് കേന്ദ്ര തൊഴിലൊന്നും കൊടുക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഓക്കെ, തൊഴിൽ ഞങ്ങൾ കൊടുത്തു. രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക്. എൻ്റെ പേര് അശ്വിനി, ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നിന്ന് വരുന്നു. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തെ കാര്യം, ഇവിടെ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്ന എഡ്യൂക്കേഷനിലുള്ള അലോക്കേഷൻ മണിയുടെ ആൻഡ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പോലെ 25 lakhs വരെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഒരു സ്റ്റുഡൻറ്റിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇൻക്ലൂഡിങ് ആർ കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജിൽ വരെ ആയാലും ഒരു കുട്ടിക്ക് ഇത്രയും ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ല. നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ എന്ന കാര്യം നടക്കാനും ഉള്ള റീസൺ ഇതാണ്. കാരണം പുറത്തുള്ള കൺട്രീസിൽ ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇതുവരെ നടപ്പാക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. അതിനും ഒരുപാട് എമൗണ്ട് അലോക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വ്യക്തമായ ധാരണ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, സുജാത മാം ആദ്യം പറഞ്ഞതാണ് പഞ്ചാബിന് കൂടുതൽ കൊടുക്കുന്നു, കേരളത്തിന് കുറവ് കൊടുക്കുന്നു എന്നൊരു കാര്യം. എന്നാൽ ഈ ഫിസ്ക്കൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഗാഡ്ഗിൽ ഫോർമുല എന്നൊരു ഫോർമുല യൂസ് ചെയ്താണ്. അതിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പോപ്പുലേഷൻ വെയിറ്റേജ് ആൻഡ് ഫിസ്ക്കൽ ഇംബാലൻസസ്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി, ഹൗ ദ ഗവൺമെൻറ് ഡസ് ദാറ്റ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല കമ്പാരിസൺ അല്ല. ഒരു സ്റ്റേറ്റിന് കൂടുതൽ കൊടുക്കുന്നു, മറ്റൊരു സ്റ്റേറ്റിന് കുറവ് കൊടുക്കുന്നു എന്നുള്ളത് അടിസ്ഥാനരഹിതമായ അതിന്റെ ഒരു പൊളിറ്റിക്സ് അപ്പുറത്തുണ്ട്. അത് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. ഇന്ത്യയിൽ ജനസംഖ്യ നിയന്ത്രിച്ചു. നമ്മൾ മികച്ച വിദ്യാഭ്യാസം കൊടുത്തു. പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാരുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവ്, മികച്ച കുടിവെള്ളം, നല്ല വീട്, നല്ല സൗകര്യങ്ങളെല്ലാം നമ്മൾ പ്രദാനം ചെയ്തത് കൊണ്ടാണ് ഫിനാൻസ് കമ്മീഷൻ നമ്മുടെ ഇത് വെട്ടി. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ കേരളം ഫേസ് ചെയ്യുന്നത്? 60 വയസ്സുള്ള ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടുവാണ്. ഒരു 4 വർഷം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യയിൽ 1 കോടി 60 ലക്ഷം വരെ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. കേരളത്തിൽ കിട്ടണം. ഹൈലൈറ്റിനെ കുറിച്ച് പറയാം. ഈ ബഡ്ജറ്റിലെ ഹൈലൈറ്റ് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഹൈലൈറ്റ് അല്ല വിഴിഞ്ഞം, പിന്നെ മെട്രോ എല്ലാം ഓക്കെ. ബട്ട് അതിൻ്റെ അത് മണൽവാർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം എൻവയോൺമെന്റൽ ഇഷ്യൂ അത് ഒന്നാമതേ നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ ഇനിയും കൂടാൻ പോവുകയാണ് മണൽവാരൽ. പക്ഷെ നമുക്കത് പരിപൂർണമായിട്ട് ഒരുപാടായിട്ടുണ്ട്. നമുക്ക് ചില നദികളുടെ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട ഒഴിവാക്കാൻ ഇപ്പം നേരത്തെ ഇത് തന്നെയായിരുന്നു. മണൽ വാരണം, തോട്ടപ്പള്ളിലെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. തോട്ടപ്പള്ളിലെ മണൽ കൊണ്ടാണ് എൻവയോൺമെന്റൽ ബഡ്ജറ്റ് ആണ് അങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്റെ സംഭാഷണത്തിൽ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ഈ 2 പാർട്ടിയുടെ ഏതെങ്കിലും വ്യക്തിപരമായൊന്നും അങ്ങനെയൊന്നും ഒരു ചർച്ച വന്ന് ആക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, നിങ്ങൾ 1ാം പിണറായി ഗവൺമെന്റിന്റെ ലാസ്റ്റ് സമയത്ത് ഈ പറഞ്ഞതിനേക്കാൾ 1000 മടങ്ങ് നിങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ 99 സീറ്റ് കൊടുത്തു. ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൂടുതൽ പറഞ്ഞു. അതായത് കുഞ്ഞുങ്ങളോട് പറയണല്ലോ, മോളെ തെറ്റിദ്ധാരണ വേണ്ട.
ഇപ്പോൾ മണൽ നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിന് ഇതെല്ലാം വേണം. മണൽ വേണം. ഏറ്റവും നിർമ്മാണ മേഖലയ്ക്ക് നമ്മളിപ്പോൾ ബഡ്ജറ്റ് കൂടുതൽ പണം വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് മണൽ അത്യാവശ്യമാണ്. അത് അധികമുള്ള പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷ വെക്കാം. കുഞ്ഞുങ്ങൾ പറയുന്ന വിമർശനം അംഗീകരിക്കുന്നു. അതായത് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രൂപത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള മോഡൽ അഭിപ്രായം 100% ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരു കാലത്ത് ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുമ്പോൾ 6000 കോടി പദ്ധതി ചെലവ് നിങ്ങൾ ഒരു ചുക്കും ചെയ്തില്ല. നിങ്ങൾ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് ഇന്ന് ഉച്ചക്കഞ്ഞിയുടെ പൈസ കൂട്ടിക്കൊടുക്കാത്ത ബഡ്ജറ്റ് ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു കൊറോണ കാലത്ത് കിട്ടിയ ഒരു വിജയത്തിന്റെ പേരിൽ ഇതിനെല്ലാം മറുപടി പറയും. സ്ത്രീക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം കാണുമ്പോൾ ഇതൊക്കെ സ്ത്രീക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ് നമ്മൾ പുതിയ തലമുറയെ കൂടി ഇരുത്തി സംസാരിച്ചത്. സമയപരിമിതി കൊണ്ട് വിപണൻ ബഡ്ജറ്റ് പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.